നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ധനു ലഗ്നവും അതിൻ്റെ പ്രത്യേകതകളും ഈ മാസം അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാശിചക്രത്തിലെ 9ാമത്തെ രാശിയാണ് ധനുരാശി. ഇത് 240 മുതൽ 270 ഡിഗ്രി വരെ രാശിചക്രത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം ഈ രാശിയുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ധനുവിൻ്റെ ആധിപത്യം വ്യാഴത്തിനാണ്. കയ്യിൽ വില്ലുമായി പകുതി കുതിരയുടെ ആകൃതിയിലുള്ള മനുഷ്യരാണ് ധനുവിൻ്റെ പ്രതീകം. ഈ രാശിയിൽ ഒരു ഗ്രഹത്തിനും ഉച്ചമോ നീചമോ ഇല്ല. വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രമാണ് ഈ ലഗ്നം. കർമ്മം, ജീവൻ, സംഹാരരാശി, ഉഭയരാശി, സംഹാരഖണ്ഡം ഇതെല്ലാം ധനുവിൻ്റേതാണ്. പുഷ്ടോദയ രാശിയാണെങ്കിലും പകുതി നരരാശിയും പകുതി ചതുഷ്പാദ രാശിയുമാണ്. കാന്താര പ്രദേശങ്ങളെയാണ് ഈ ലഗ്നം പ്രതിനിധീകരിക്കുന്നത്. ഈ ലഗ്നക്കാർക്ക് ശുക്രൻ ഏറ്റവും പാപനും അശുഭനുമാണ്. ആദിത്യനും ചൊവ്വയും ശുഭന്മാരാണെങ്കിലും കുജന് ദുരിത ആധിപത്യമുള്ളതിനാൽ ആദിത്യനോളം ശുഭനല്ല. ശനിക്ക് കേന്ദ്രാധിപനാണെങ്കിലും ബുധന് സൂര്യയോഗമുണ്ടായാൽ ചക്രവർത്തി യോഗമാണ്. ധന വിക്രമാധിപത്യത്തിൽ മാരകത്വമുള്ളതിനാൽ ദോഷിയാണ്. വ്യാഴത്തിന് ലഗ്നാധിപത്യമുണ്ടെങ്കിലും കേന്ദ്രാധിപത്യമുള്ളതിനാൽ ചെറിയ പാപത്വമുണ്ട്. ചന്ദ്രൻ അഷ്ടമാധിപനാണെങ്കിലും ദോഷിയല്ല. ധനുവിലോ മീനത്തിലോ നിൽക്കുന്ന വ്യാഴം ഹംസയോഗവും മീനത്തിലെ ശുക്രൻ മാളവ്യയോഗവും മിഥുനത്തിലും കന്നിയിലും നിൽക്കുന്ന ബുധൻ ഭദ്രയോഗവും ചെയ്യും. ആരാമം, സൈന്യങ്ങളുടെ വാസസ്ഥലം, യുദ്ധഭൂമി, മതിൽക്കെട്ട്, വൃക്ഷങ്ങൾ ഇതെല്ലാം ഈ ലഗ്നത്തിൻ്റെ ദേശങ്ങളാണ്. ഇവർ നല്ലതുപോലെ ചിന്തിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. സത്യപ്രിയരായതുകൊണ്ട് ഒരു കാര്യവും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ്. ഇവർ നേർവഴിയിൽ നിന്നും വ്യതിചലിക്കുകയില്ല. മറ്റുള്ളവരുടെ മുഖം നോക്കാതെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി നിൽക്കാതെയും ഇവർ പ്രവർത്തിക്കുന്നു. ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല താല്പര്യം ഉണ്ടാകും. വിദേശയാത്രയ്ക്കും വിദേശത്തുള്ളവരുമായും ബന്ധം സ്ഥാപിക്കുന്നതിനും ഇവർക്ക് താല്പര്യമുണ്ട്. ഊഹിച്ച് തീരുമാനത്തിലെത്തുക ഇവരുടെ ഒരു പ്രത്യേക കഴിവാണ്. ഒരു സ്ഥലത്തും സ്ഥിരമായി ഉറച്ചു നിൽക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇണയുടെയും കുട്ടികളുടെയും അടുത്ത് കൂടുതൽ സമയം കഴിച്ചുകൂട്ടാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും. അഭിപ്രായ വ്യത്യാസമുണ്ടായ വ്യക്തികളുമായി കാലക്രമത്തിൽ വലിയ ചങ്ങാത്തം സ്ഥാപിക്കും. ആരുമായി ഒരു സ്ഥിരമായ വൈരാഗ്യം വച്ചു പുലർത്തുന്നവരല്ല ഇവർ. ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർക്ക് ഇവരുമായി വലിയ ചേർച്ചയും സ്നേഹവും ഉണ്ടായിരിക്കും. ഈ രാശിയിൽ ജനിച്ച പെൺകുട്ടിയെയോ, അതായത് ഈ ലഗ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെയോ രാശിയിലുള്ളവരെയോ വിവാഹം കഴിക്കുന്നതിൽ ദാമ്പത്യത്തിന് വളരെ മെച്ചമുണ്ടാവും. ഇടുപ്പ്, തുടകൾ, ഇൽക്കെട്ട്, ജഘനം, പക്ഷവാതം, ഇടുപ്പിലുളുക്ക്, ഇലിയിൽ പിടുത്തം, വലിവ്, അസ്ഥിഭംഗം, ശ്വാസകോശരേഖങ്ങൾ, TB, ചുമ, കാസം, ന്യൂമോണിയ, പ്രമോഹം, ശ്രവണശക്തിക്കുറവ്, കാഴ്ചക്കുറവ് ഇവയൊക്കെ ഇവർക്ക് ഉണ്ടാകാം. ചുവപ്പ് നിറം, സ്വർണ്ണ നിറം, വെളുപ്പ് നിറം ഇവ ഈ രാശിക്ക് അനുകൂലമായ നിറമാണ്. 3, 5, 6, 8 എന്നീ നമ്പറുകൾ നന്നായിരിക്കും. ധനുരാശിക്കാരുടെ അക്ഷരങ്ങൾ IPA ആണ്. ധനുരാശിക്കാർക്ക് 9ാം ഭാവാധിപനായ സൂര്യൻ, 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ ചൊവ്വ, ലഗ്നാധിപനായ വ്യാഴം
ഇവയെല്ലാം ശുഭത്വം നൽകും. ചന്ദ്രൻ അഷ്ടമാധിപനാണെങ്കിലും ഒരു ദോഷവും ചെയ്യില്ല. ഇനി ശനി, ശുക്രൻ, ബുധൻ ഈ 3 ഗ്രഹങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം പാപന്മാരാണ്. പൊതുവെ പറഞ്ഞാൽ വളരെ സൗമ്യ സ്വഭാവമുള്ളവരാണ് ഇവർ. നമുക്കിനി ഇവരുടെ ഈ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വരവിനേക്കാൾ ചെലവ് അല്പം കൂടുതലായിരിക്കും. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര ഗുണകരമായിരിക്കില്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പണം സൂക്ഷിച്ച് ചിലവഴിക്കണം. ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കാനായി അല്പം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. എന്നിരുന്നാലും അടയ്ക്കുവാൻ സാധിക്കും. വീടിൻ്റെ സ്ഥാവര സ്വത്തുക്കൾ കടപ്പെടുത്തേണ്ടതായിട്ടും വന്നേക്കാം. സാമ്പത്തിക പ്രശ്നങ്ങളിൽ ജീവിത പങ്കാളിയുടെ സഹായം ലഭിക്കും. നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ തൊഴിൽ കണ്ടെത്താനായി ശ്രമിക്കും. ഇപ്പോൾ അതിനും ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ള ജോലി സംതൃപ്തിയോടുകൂടി തുടരുന്നതാണ് ഉചിതം. അനുകൂല സ്ഥലം മാറ്റത്തിന് കാത്തിരിക്കേണ്ടി വരും. ഔദ്യോഗിക പദവി സംരക്ഷിക്കുവാൻ നിയമ സഹായം തേടേണ്ടതായി വരും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുട്ടികളുടെ ജനനം വീട്ടിൽ സന്തോഷത്തിനുള്ള അവസരം ഒരുക്കും. അവിവാഹിതർക്ക് വിവാഹത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെടും. വാഹനങ്ങൾ ഓടിക്കുന്നവർ നിയന്ത്രണം പാലിക്കണം. ബിസിനസ്സിൽ ഉദ്ദേശിച്ച പുരോഗതി നേടാൻ അല്പം കൂടി കാത്തിരിക്കണം. പൊതുപ്രവർത്തകർക്ക് വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും വിജയത്തിൽ എത്തുവാനും സാധിക്കും. എല്ലാ പ്രശ്നങ്ങളും ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. കുംഭമാസത്തിലെ ശിവരാത്രി ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, കുംഭഭരണി നാളിൽ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ചോറ്റാനിക്കര മകം, ആറ്റുകാൽ പൊങ്കാല, ഷഷ്ഠി, ഏകാദശി തുടങ്ങിയ ദിവസങ്ങളെല്ലാം അതാത് ദേവതയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ചെയ്യുന്നതും മാനസ പൂജയെങ്കിലും ചെയ്യുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. രാശിയുടെ നാഥനായ വ്യാഴപ്രീതിക്കായി എപ്പോഴും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, രാജഗോപാല മന്ത്രം ജപിക്കുന്നത്, വ്യാഴാഴ്ചകളിൽ ഉപാസന നടത്തുന്നത്, മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഈ രാശിയിൽ പിറന്നവർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നത്തിലുള്ളവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.